47XXY ആണെന്നും ഇത്രയും ഡിഫറൻസസ് ബോഡിക്കകത്തുണ്ടെന്നും ആ ഡിഫറൻസസ് ഉള്ളത് കൊണ്ടാണ് ഒരു വെർസറ്റൈൽ ജെൻഡർ ഐഡൻറ്റിറ്റി എനിക്ക് ഉള്ളതെന്നും എനിക്ക് മനസ്സിലായ നിമിഷമാണ് സത്യത്തിൽ ഞാൻ രണ്ടാമത് ജനിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ജീവിക്കണോ മരിക്കണോ എന്നൊരിടത്താണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്നതിനെപ്പറ്റി അതുവരെ ഞാനതൊരിക്കലും ചെയ്യില്ല എന്ന് പ്രസ്താവിച്ച് നടന്നിട്ടുള്ള ഒരാളാണ്. ആണും പെണ്ണും കെട്ട ജീവിതം, മല്ലികയ്ക്ക് പോയി ചത്തുകൂടെ, ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ആളുകൾ പറയും നിങ്ങൾ ആണും പെണ്ണും കെട്ടതാണ്. അതെ, ഞാൻ ആണും പെണ്ണും കെട്ടതാണ്, സന്തോഷം. പണ്ട് എന്താ പറയുക, ശിഖണ്ഡി എന്ന് വിളിച്ച ആൾക്കാരുണ്ട്, നിങ്ങൾ വിളിക്കൂ, നിങ്ങൾ പറഞ്ഞ അതേ ശിഖണ്ഡി തന്നെയാണ് ഞാൻ. ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ജോലി പോയിട്ടുണ്ട്, ഒരു കാലത്ത് കുടുംബം തള്ളി പറഞ്ഞിട്ടുണ്ട്, സുഹൃത്തുക്കൾ ഒറ്റപ്പെടുത്തി പോയിട്ടുണ്ട്. ഇൻ്റർസെക്സ് ആണെന്ന് പറഞ്ഞതിന് ആണും പെണ്ണും കെട്ടതായി നിന്നെയൊക്കെ എങ്ങനെ കൂടെ കൂട്ടുമെന്ന് പറഞ്ഞവരുണ്ട്. അവരോടൊക്കെ നന്ദി. ഇത്തരം മനുഷ്യർ പിന്നെ എന്ത് ചെയ്യണം? തൂങ്ങിച്ചാവണോ? അല്ലെങ്കിൽ പോയിട്ട് ട്രെയിനിന് തലവെക്കണോ? അല്ല, ഞങ്ങൾക്കും ജീവിക്കാനുള്ള അന്തസ്സുണ്ട്. ശ്രീകൃഷ്ണൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും പാവനമായ ഒരു സാധനം, ഒരു ടൂൾ എങ്ങനെയാണ് മല്ലികയ്ക്ക് തെറിയാകുന്നത്? എൻ്റെ ജീവിതത്തിലെ ഓരോ നേട്ടങ്ങളും, അതിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു ആഭരണം ആകട്ടെ, ഇഷ്ടപ്പെട്ട സാരി ആകട്ടെ, ഇഷ്ടപ്പെട്ട ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് 40-ാം വയസ്സിലാണ് 38 വർഷം അന്വേഷിച്ചിട്ട് ഒരു കാറ് വാങ്ങിക്കുന്നത്, മോറസ് മൈനർ. എൻ്റെ ഫേവറേറ്റ് കാറാണ്. ഒരുപാട് സ്ഥലങ്ങൾ, ജമ്മു ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഞാൻ ഈ കാർ അന്വേഷിച്ച് പോയിട്ടുണ്ട്. ഒരു ഹിന്ദി അധ്യാപകൻ ഉണ്ടായിരുന്നു, അദ്ദേഹം എത്രമാത്രം എന്നെ ദ്രോഹിച്ചു എന്നുള്ളത് എനിക്കറിയാം. ഒരു സയൻസ് അധ്യാപിക ഉണ്ടായിരുന്നു, അവരെത്രമാത്രം എന്നെ ക്ലാസ്സിന് പുറത്ത് നിർത്തിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ ഇടയ്ക്ക് കൊണ്ടിരുത്തുക എന്ന് പറയുന്നത് നമുക്കൊരു കൗതുകമല്ല കുട്ടികളാ ഇരിക്കുമ്പോൾ. പക്ഷെ അധ്യാപകരുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്, പെൺകുട്ടികളുടെ ഇടയ്ക്ക് ഒരു ആൺകുട്ടിയെ കൊണ്ടിരുത്തിയാൽ അതെന്തോ തെറ്റാണെന്നും അത് നാണക്കേടാണെന്നും അവരുടെ ഉള്ളിലെ തോട്ടാണ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ മൈ ലൈഫ് ഇസ് ഫുൾ ഓഫ് പാരഡോക്സസ്. മുറിവില്ലാത്തൊരു ദിവസമില്ല, അത് വ്രണമാകാത്ത ഒരു അനുഭവമില്ല. സിസ്ജെൻഡറായ ആളുകൾക്ക് പ്രണയിച്ച് പരീക്ഷിക്കാനോ പരീക്ഷണങ്ങൾ നടത്താനോ ഉള്ളൊരു ഒബ്ജക്റ്റ് അല്ല എന്നതും ഇതൊരു സബ്ജക്റ്റാണെന്നും വിഷയവൽക്കരണം നടത്തണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഒരുപാട് വേദനിച്ചിട്ടാണ് എഴുതിയത്. ബസ്സിൽ പെണ്ണാണോ എന്ന് നോക്കാൻ വേണ്ടി മുടി പിടിച്ച് വലിച്ചവരുണ്ട്. ഈ മുടി പിടിച്ച് വലിക്കും. എന്ത് ഇൻ്റർസെക്സ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. തേക്കിൻകാട് മൈതാനിയിൽ ഈ വ്യക്തി റിസർച്ചറായിട്ട് പഠിക്കാൻ വന്ന സമയത്ത് 2 കാലിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നത് എന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. താങ്ക് യു മാഡം, ഐ എം താങ്ക്ഫുൾ ടു യു. പാർശ്വവൽക്കരിക്കപ്പെട്ട, അന്ധകാരപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് പൊരുതി ഉയർന്നു വരികയും ഒരു അംഗീകാരം സമൂഹത്തിൽ നേടിയെടുക്കുകയും ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ല. അവിടേക്കാണ് താങ്കൾ ആദ്യ ട്രാൻസ്ജെൻഡർ കവിയായി ഉയർന്നു വരികയും പൊതു സമൂഹത്തിന് മുന്നിൽ നിന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ ഒരു വിജയത്തിലേക്ക് എത്തുന്ന യാത്ര എങ്ങനെയായിരുന്നു? വലിയൊരു വിജയമാണ് അത് എന്നുള്ളതും കൂടെ പറയാം. പാർശ്വവൽക്കരണം ആര് ചെയ്തു എന്നതാണ് ആദ്യത്തെ ചോദ്യം. മുഖ്യധാര എന്നൊരു ഫാൻറ്റസി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പലരെയും അന്ധകാരവൽക്കരിക്കുന്നതും അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കുന്നു എന്ന് പറയുന്നു. ആർജവം മാത്രമായിരുന്നു, ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ജീവിക്കണം. കാരണം 32-ാമത്തെ വയസ്സിൽ കേരിയോടൈപ്പ് നടത്തുമ്പോൾ ഡോക്ടേഴ്സ് പറയാണ് സിസ്റ്റുണ്ട്, 47XXY ആണ്, നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങളിലുണ്ടായ ഈ ഒരു ഡൈവേഴ്സ് മിക്സ്ഡപ്പ് ആയിട്ടുള്ള ഒരു ജെൻഡർ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ആൺ ശരീരത്തിൻ്റെ അകത്തിരിക്കുമ്പോഴും പെണ്ണാണെന്ന് തോന്നുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണും ചുണ്ടും മൂക്കും അതുപോലെ 2 കൈകളും ത്രോട്ടും ഒക്കെ ഫീമെയിലാണ് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്ത് ഒന്നുകിൽ നിങ്ങൾക്കൊരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ സിസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ സിസ്റ്റുകൾ അതിൻ്റെ ഏറ്റവും മോശകരമായ ഒരു അവസ്ഥയിൽ പോയി മരണം വരിക്കാം. അപ്പോൾ ജീവിക്കണോ മരിക്കണോ എന്നൊരിടത്താണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്നതിനെപ്പറ്റി അതുവരെ ഞാനതൊരിക്കലും ചെയ്യില്ല എന്ന് പ്രസ്താവിച്ച് നടന്നിട്ടുള്ള ഒരാളാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് ആളുകൾ നൽകിയിട്ടുള്ള വേദനകളാണ്, ആളുകൾ നൽകിയിട്ടുള്ള ഒറ്റപ്പെടുത്തലുകളാണ്, വേദനകളാണ്, തള്ളിപ്പറച്ചിലുകളാണ്, മാറ്റി നിർത്തലായിരുന്നു. ഏത് ട്രാൻസ്ജെൻഡർ കവി, എന്ത് ട്രാൻസ്ജെൻഡർ കവി, പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ വയ്യ എഴുതുന്ന പെണ്ണെഴുത്ത്,
അവിടെയാണോ നിങ്ങൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജെൻഡറിൽ ഒതുങ്ങി നിന്നൂടെ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. പക്ഷെ കവിതകൾ, പ്രത്യേകിച്ച് മരണാനന്തരം പോലുള്ള കവിതകൾ, അതുപോലെ ആദ്യകാലത്ത് ചെന്താമര പോലെയുള്ള കവിതകൾ, അതൊക്കെ വായിക്കുമ്പോഴാണ് ആളുകൾക്ക് ഇങ്ങനൊരു എക്സിസ്റ്റൻസിനെ ദൃശ്യവൽക്കരിക്കേണ്ട ഒരു അനിവാര്യത ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. സമൂഹം പറയുന്ന ആണോ പെണ്ണോ ആയി ജീവിക്കാൻ കഴിയാതെ പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടി ഭാഷ അറിയാത്ത, അതായത് ഭാഷ മാതൃഭാഷയാണെങ്കിൽ പോലും ആധികാരികമായിട്ട് ഞാനിത് പഠിച്ചിട്ടില്ല. LKG UKG മാത്രമാണ് ചില്ലക്ഷരം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് നോക്കും, ചില്ല് അങ്ങനെ. അതായത് ഭാഷയുടെ ഒരു ഗ്രാമറോ ഒരു ബേസിക്സോ ഇല്ലാതെ മനുഷ്യർ നൽകിയ അനുഭവങ്ങളിൽ നിന്ന് മാത്രമാണ് ഞാൻ എഴുതിയത്. അതിനെ ഒരുപക്ഷെ ആളുകൾ, പ്രത്യേകിച്ച് യുവതലമുറ, വലിയ തോതിൽ അവരതിന് സ്വീകാര്യത നൽകി. ഇപ്പോഴും ജീവിതം വലിയ തോതിൽ സ്ട്രഗിളാണ്, ഓരോ ദിവസവും പോരാട്ടമാണ്. പക്ഷെ ആ പോരാട്ടം ഇല്ലാതെ എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആളുകളെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അവരോട് നോ എന്ന് പറയില്ല. കാരണം ആ വേദനയാണ് പ്രചോദനം. ശരിക്കും അവരൊക്കെ എൻ്റെ സർഗബീജമാണ്, വേദനിപ്പിക്കുന്നവർ. ഇപ്പൊ മത്തമയൂര് ഇറങ്ങി, ആദ്യത്തെ കഥാസമാഹാരമാണ് എൻ്റെ. അതില് എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ചുറ്റുമുള്ളവരാണ്. നമ്മളെ വേദനിപ്പിച്ച മനുഷ്യരുണ്ട്, നമുക്ക് പ്രചോദനം നൽകിയ മനുഷ്യരുണ്ട്. ചിലരുടെ പേര് പോലും എനിക്കതിൽ ഉപയോഗിക്കാൻ പറ്റി. കാരണം അത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിച്ചവരുണ്ട്, ചേർത്ത് പിടിച്ച മനുഷ്യരുണ്ട്. അവർ നൽകിയ ഊർജം, അത് ചേർത്ത് പിടിക്കുന്നവരും തള്ളിപ്പറയുന്നവരും ഒരുപോലെ ഊർജം നമുക്ക് നൽകുന്നുണ്ട്. ആ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കണം, അത് നമ്മളത് തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് കുടുംബമുള്ളവര് ആ കുടുംബത്തിലേക്ക് അത്തരം ഡൈവേഴ്സിറ്റി ഓഫ് ഐഡന്റിറ്റീസിനെ അംഗീകരിക്കാനുള്ള ഒരു കെൽപ്പ് ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വായനയും എഴുത്തും അതുപോലെ പൊതുസമൂഹത്തിലുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലുകളും പുതുക്കലുകളും ആവശ്യമാണ്. നമ്മൾ പണ്ട് നിന്നെ കണ്ടാൽ ഒരു ചക്ക പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിന്നെ കാണുമ്പോൾ ഒരു കുട്ടിയാനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന മനുഷ്യർ ഇപ്പം അത് പറയൂല. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നസിന് അപ്പുറത്തേക്ക് ഇത് ബോഡി ഷേമിംഗ് ആണ്. സ്റ്റേറ്റ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൂള് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ പുതുക്കാൻ ചിലർ ചോദിക്കും, നിനക്കൊന്ന് നട്ടലില്ലേ, നീ എന്താണല്ലേ? ഇപ്പൊ അങ്ങനെ ആൾക്കാർ ചോദിക്കില്ല. കാരണം നട്ടലില്ലാത്ത മനുഷ്യരുണ്ടല്ലോ നമ്മുടെ ഇടയിൽ, അവരും ജീവിക്കുന്നില്ലേ. ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആണിന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ക്രൈറ്റീരിയ ഇപ്പൊ മാറി അല്ലേ? ആ ക്രൈറ്റീരിയ മാറി. അപ്പൊ അതിനനുസരിച്ച് മാറാൻ ആളുകളെ പാകപ്പെടുത്താൻ സാഹിത്യത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ എഴുത്തുകൾക്ക് മാത്രമല്ല, ഒരുപാട് ക്വയർ എഴുത്തുകാർക്ക് പ്രചോദനമാകുന്ന രീതിയിലായിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കവി എന്ന് പറയുമ്പോൾ എനിക്ക് മുമ്പ് ഒരുപാട് ട്രാൻസ്ജെൻഡർ ആളുകൾ എഴുതിയിട്ടുണ്ടാകാം, ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടാകും. പക്ഷെ അവർക്ക് ആർക്കും തന്നെ സമൂഹത്തിൽ വന്ന ആർജവത്തോടെ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകില്ല. എനിക്കും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എതിർപ്പുകളെ ഒന്നും ഞാൻ മുഖവിലേക്ക് എടുത്തിട്ടില്ല. ആ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ജോലി പോയിട്ടുണ്ട്, ഒരു കാലത്ത് കുടുംബം തള്ളി പറഞ്ഞിട്ടുണ്ട്, സുഹൃത്തുക്കൾ ഒറ്റപ്പെടുത്തി പോയിട്ടുണ്ട്. ഇന്റർസെക്സ് ആണെന്ന് പറഞ്ഞതിന് ആണും പെണ്ണും കെട്ടതായി നിന്നെയൊക്കെ എങ്ങനെ കൂടെ കൂട്ടുമെന്ന് പറഞ്ഞവരുണ്ട്. അവരോടൊക്കെ നന്ദി, എല്ലാവരോടും താങ്ക്സ്. കാരണം അത് നിങ്ങളുടെ അറിവില്ലായ്മയാണ്. അപ്പോൾ അവിടേക്ക് ഭാഷ അറിയാത്ത അല്ലെങ്കിൽ ഭാഷ ആധികാരികമായി പഠിക്കാത്ത ഒരാൾ ഒരു ചെറിയ ഒരു ദീപം കൊളുത്തി വെച്ചു. ആ ഒരു അന്ധകാരത്തിൽ ഒരു പ്രകാശം കൊണ്ടുവരാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് അറിയാത്ത ഭാഷകളിൽ ഇടപെടാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ സംസ്കൃതത്തിലൊരു പുസ്തകം സ്വത്വവർണ്ണ എന്ന പേരിൽ 13 പുസ്തകങ്ങൾ വന്നു. വളരെ പ്രോഗ്രസീവാണ് സൊസൈറ്റി കേരളം, അതുപോലെ വളരെ റിഗ്രസീവുമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ചോദിച്ചാൽ, ഇരുന്ന് എഴുതുക, ഡോക്യുമെൻ്റ് ചെയ്യുക, കാലത്തെ അടയാളപ്പെടുത്തുക. അപ്പോൾ പ്രളയത്തിൻ്റെ പുത്രിയാണോ എന്ന് ചോദിക്കും ചിലർ. അല്ല, ഒരിക്കലും അല്ല. എനിക്ക് ശേഷം പ്രളയമൊന്നും പറയുന്നില്ല. ഒരുപാട് ക്വയർ എഴുത്തുകാർ, ഇപ്പോൾ വിജി റഹ്മാനെ പോലെ, ദയാ ഗായത്രിയെ പോലെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കുള്ള സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതിയത് കൊണ്ട് മാത്രം തിരികെ പിടിച്ചൊരു ജീവിതമാണ് എൻ്റേത്. എൻ്റെ ജീവിതത്തിലെ ഓരോ നേട്ടങ്ങളും, അതിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു ആഭരണം ആകട്ടെ, ഇഷ്ടപ്പെട്ട സാരി ആകട്ടെ, ഇഷ്ടപ്പെട്ട ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് 40-ാം വയസ്സിലാണ് 38 വർഷം അന്വേഷിച്ചിട്ട് ഒരു കാറ് വാങ്ങിക്കുന്നത്, മോറസ് മൈനർ. എൻ്റെ ഫേവറേറ്റ് കാറാണ്. ഒരുപാട് സ്ഥലങ്ങൾ, ജമ്മു ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഞാൻ ഈ കാർ അന്വേഷിച്ച് പോയിട്ടുണ്ട്. 39 കഴിഞ്ഞ് 40-ാം വയസ്സിൽ കാറ് കിട്ടും. ഇത് ഓടൂല്ല, ചുമ്മാ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇട്ടിരിക്കുക. എനിക്കത് രാവിലെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ. ഞാൻ ഇത്രയും കാലം മോറസ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഒരു ഉണ്ടിക ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പം പലപ്പോഴും
പല അസുഖങ്ങളും പല യാത്രകളും അത്യാവശ്യമൊക്കെ വരുമ്പോൾ അതിന് പൈസ എടുക്കുമ്പോൾ എനിക്ക് നെഞ്ചിലിങ്ങനെ ഇടിപ്പം, എനിക്ക് കാറ് മേടിക്കാൻ പറ്റില്ലല്ലോ. 40ാമത്തെ വയസ്സിൽ ഞാനത് വാങ്ങിച്ചു. ഞാൻ വിവാഹം കഴിച്ച ആളെ, അത് എന്നെ പ്രണയിച്ച ഞാനും പ്രണയിച്ച ഒരാളെ, ഒരു സിസ്ജെൻഡറായ പുരുഷന് ഏറ്റവും നല്ലൊരു ജീവിതം എനിക്ക് കിട്ടി. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വിജയം എന്ന് പറഞ്ഞാൽ ആരും കൊണ്ടു തന്നിട്ടുള്ളതല്ല. ജീവിതം ഒരിക്കലും നമുക്ക് വിജയം തരില്ല. ഓപ്പർച്യൂണിറ്റി മാത്രമേ തരുള്ളൂ, അവസരം മാത്രമേ തരുള്ളൂ. അത് ഉപയോഗിച്ച് വിജയിക്കുക എന്നത് നമ്മൾ പണിയെടുക്കുന്നതിനനുസരിച്ചിരിക്കും. അതൊരു പക്ഷേ ഇന്ന് നമ്മൾ അംഗീകരിക്കപ്പെടണം എന്നില്ല, ചിലപ്പോൾ നാളെ ആയിരിക്കും നമ്മൾ അംഗീകരിക്കപ്പെടുക. പക്ഷെ എൻ്റെ ഒരു വാശി എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ അംഗീകരിക്കപ്പെടണം. അല്ലാതെ നമ്മൾ ചത്ത് കഴിഞ്ഞിട്ടല്ല നമുക്കൊരു പത്മശ്രീയോ അല്ലെങ്കിൽ ഒരു പത്മഭൂഷണോ അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമുക്ക് ഈക്വൽ റൈറ്റ്സ് വേണം. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമാവുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ വ്യക്തി. അതെ. ഇപ്പം നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറിയിലും അംഗമായി. എനിക്ക് തോന്നുന്നു ആദ്യ ട്രാൻസ്ജെൻഡർ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു ഇടപെടലാണ് സർക്കാരിന്റെ. വരാനിരിക്കുന്ന ആയിരക്കണക്കിന് ക്വയർ മനുഷ്യർക്ക് വേണ്ടി ആദ്യത്തേതാവുക എന്നത് മാത്രമാണ് ഞാൻ അതിൽ കണ്ടത്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയിൽ പോയപ്പോൾ എനിക്കുണ്ടായ വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ. സിനിമ എല്ലാ കാലത്തും നമ്മളെ ഇങ്ങനെ മോഹിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ. ഞാൻ ആദ്യം ചെന്നപ്പോൾ ചലച്ചിത്ര അക്കാദമിയിൽ കണ്ട RC റെക്കോർഡിംഗ് സിസ്റ്റം അവിടെ ഇങ്ങനെ ഒരു പുരാവസ്ഥയായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനെ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പഴയകാല പടങ്ങൾ, പക്ഷിരാജയിലെയും അതുപോലെ തന്നെ പഴയ തമിഴ് പടങ്ങളിലൊക്കെ ഈ RC റെക്കോർഡിംഗ് സിസ്റ്റം ഞാനിങ്ങനെ കാണും. അപ്പോൾ ഞാൻ അതിന് ചുറ്റും ഇങ്ങനെ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഓടി നടക്കുമായിരുന്നു, കുറേ സെൽഫികൾ എടുക്കലൊക്കെ. അപ്പോൾ എനിക്ക് എന്താ പറയുക, പ്രശസ്തരായിട്ടുള്ള സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം. നമ്മൾ കാണുന്ന സിനിമയല്ല, മറിച്ച് സിനിമയ്ക്ക് മറ്റൊരു തലമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, അതിന് ഒരു ആർട്ട് ഫോമായിട്ട് കാണുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിൽ അന്ന് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ പ്രകാശ് രാജ് സാർ അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇരുന്നിട്ടാണ്, ഞാനിങ്ങനെ അറ്റത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു നോട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ, സാറിൻ്റെ സ്ഥാനത്ത് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു സംവിധായക ഇരുന്ന് അവാർഡ് പ്രഖ്യാപിക്കുന്ന ഒരു കാലം അത് വിദൂരമായിരിക്കില്ല. അങ്ങനെ ഒരു കാലത്തെ പറ്റിയായിരുന്നു സത്യത്തിൽ എൻ്റെ ഉള്ളിലെ ഒരു ആഘോഷം ഉണ്ടായിരുന്നത്. കേരള സാഹിത്യ അക്കാദമിയിലെ ആദ്യത്തേതെന്ന് പറയുമ്പോൾ ഒരുപാട് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴുമുള്ള ഒരുപാട് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ക്യൂർ വ്യക്തികൾക്കും വേണ്ടി ആദ്യത്തേതായി എന്ന സന്തോഷം. 2, നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സർക്കാർ നമുക്ക് നൽകുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റവും നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നടപ്പിലാക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള സാഹിത്യ അക്കാദമിയെ കൊണ്ട് ഒരു ക്വയർ ഫെസ്റ്റിവൽ നടത്താൻ പറ്റി, ക്വയർ ലിറ്ററേച്ചർ ഫെസ്റ്റ്. അതിൽ ഏകദേശം 40ഓളം എഴുത്താളരെ ഈ ക്വയർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ സോ കോൾഡ് ട്രാൻസ്ജെൻഡർ, ലെസ്ബിയൻ, ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഈവൻ എസെക്ഷൽ ആയിട്ടുള്ള റൈറ്റേഴ്സിനെ വരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അടുത്തൊരു ജനറൽ കൗൺസിൽ മീറ്റിംഗ് കൂടിയ സമയത്ത് ഒരു റിക്വസ്റ്റ് വെച്ചു, നമുക്ക് ഈ ആളുകളുടെ ഒരു ആന്തോളജി ഇറക്കിയാൽ എന്താ. ആ കമ്മിറ്റിയിൽ ഒരു മനുഷ്യന് ഒരു കൊറിയിട്ടില്ല. അതാണ് കാലം മാറിയതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ആർക്കും ഒരു കൊറി ഇടാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെല്ലാം അതിനെ ഉൾക്കൊണ്ടു, അംഗീകരിച്ചു. അങ്ങനെ ആദ്യമായിട്ട് കേൾക്കാത്ത ശബ്ദങ്ങൾ എന്ന പേരിൽ കേരള സാഹിത്യ അക്കാദമി ഈ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളുടെയും അതിന് അന്ന് വരാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ മറ്റ് എഴുത്താളരുടെയും ഒക്കെ എഴുത്തുകളെ സമാഹരിച്ചുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആന്തോളജി ഇറക്കി. അത് ഇറക്കി ഒരു മാസം തികയുന്നതിന് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതിൽ ശ്രീ അനസ് എഴുതിയ ഒരു പഠനം മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കാൻ വന്നു. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നമുക്ക് എങ്ങനെ പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇതൊരു പക്ഷേ പുറത്തിരിക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തിക്കോ മറ്റു ക്വയർ വ്യക്തിക്കോ പൊതുസമൂഹത്തിനൊക്കെ പ്രചോദനമാകുന്ന രീതിയിൽ കൂടി നമുക്ക് കിട്ടിയ ഒരു അവസരത്തെ മാറ്റാൻ നമുക്ക് ലഭിക്കുന്ന ഒരു ചെറിയ സമയമാണ്. അതിനെ ഏറ്റവും ക്രിയാത്മകമായിട്ട് കാണുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം അങ്ങനത്തെ ഒക്കെ ഒരു കമ്മിറ്റികളിലൊക്കെ അംഗമാവുമ്പോൾ അതൊരു പലപ്പോഴും സ്ത്രീകൾക്ക് പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. വെറുതെ ഒരു പ്രാതിനിധ്യം എന്നുള്ള രീതിയിലല്ലാതെ അതിനകത്തേക്ക് അഭിപ്രായം പറയാനും അത് പരിഗണിക്കപ്പെടാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ടോ? ഉണ്ട്. അതായത് ഞാൻ ടു ബി വെരി ഫ്രാങ്ക്, ജനറൽ കൗൺസിൽ അംഗമായപ്പോൾ പുറത്തുള്ള ചിലർ പറഞ്ഞു, ഇത് ജനറൽ കൗൺസിൽ അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൂരത്തിനൊക്കെ പോണ പോലെ. അപ്പം ഞാനിങ്ങനെ പൂരത്തിന് അങ്ങനെ പോകാറില്ല.
അതെന്താ അങ്ങനെ പറഞ്ഞു വെച്ചാൽ അത് ആന ഉണ്ടാവില്ല, നെറ്റിപ്പട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈയടിക്കുക. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. സച്ചിമാഷിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത്, സാർ ചോദിക്കും വിജയ എന്താണ് വിജയ്ക്ക് അഭിപ്രായം, ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ സെക്രട്ടറി നമ്മളോട് ചോദിക്കും, എല്ലാവരോടും ചോദിക്കുമ്പോൾ നമ്മളോടും ചോദിക്കും. ലൈക്ക് അവരും നമ്മളെ വൺ എമംഗ് ദ ഹോൾ കൗൺസിൽ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാനും ചിലപ്പോൾ ആ അഭിപ്രായങ്ങൾ വിയോജിക്കുന്നവരുണ്ടാവും. ആ വിയോജിപ്പിനെ കൂടി നമുക്ക് നമ്മുടെ ആ ഒരു യോജിപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തലത്തിലുള്ള ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ഫ്രീഡം എന്നല്ല, അതിനപ്പുറത്തേക്കൊരു സാധ്യത അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് എന്നെ സംബന്ധിച്ച് ഒരു കടമയായിട്ട് എനിക്കുണ്ടായിരുന്നത്. അതിൽ ഞാൻ വളരെ സക്സസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എനിക്കും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ട്രാൻസ്ജെൻഡർ ആളുകളുടെ ഒരു ഭൗതികവും അതുപോലെ ശാക്തീകരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇതുപോലെയുള്ള നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന കമ്മിറ്റികളുടെ ഭാഗമാക്കണം. ഇപ്പോൾ പറയും മെഡിക്കൽ സയൻസിലെ ഏറ്റവും വലിയ പ്രശ്നം ഡോക്ടേഴ്സ് ഇതിനെ അംഗീകരിക്കുന്നില്ല. വൈ? ബിക്കോസ് അവരുടെ സിലബസിൽ ഇതുവരെ ചേഞ്ചസ് വന്നിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു കരിക്കുലം കമ്മിറ്റി ഉണ്ടാക്കുമ്പം ആ കരിക്കുലം കമ്മിറ്റിയിലേക്ക് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളെ ഉൾപ്പെടുത്താൻ, അഭിപ്രായം പറയാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ അതിൻ്റെ ഭാഗമാക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം SCRT ആണ്. ഞാൻ SCRT കരിക്കുലം കമ്മിറ്റി മെമ്പറാണ്. 9ാം ക്ലാസ്സിൽ ഇൻ്റർസെക്സ് എന്താണെന്ന് ഇപ്പോൾ പഠിക്കാനുണ്ട് കുട്ടികൾക്ക്. 5ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ മറ്റോ 5ലാണെന്ന് തോന്നുന്നു, സാമൂഹിക പാഠത്തിൽ സോഷ്യൽ സ്റ്റഡീസിൽ ട്രാൻസ്ജെൻഡർ എന്താണെന്ന് പഠിക്കാനുണ്ട്. പിന്നെ അത് ആർട്ട് എഡ്യൂക്കേഷനിൽ വരുമ്പോൾ നേഹയെ പറ്റി പഠിക്കുന്നുണ്ട്. നേഹ മറ്റേ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച ആദ്യ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അഭിനേത്രി. അങ്ങനെ വ്യത്യസ്തരായ ട്രാൻസ്ജെൻഡർ ക്വയർ മനുഷ്യരെ പറ്റി പഠിക്കാനുള്ള ഒരു സാധ്യത തുറന്നു വയ്ക്കാൻ കഴിഞ്ഞത് ആ ഒരു വിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളുടെ ശബ്ദം അവിടെ കേട്ടത് കൊണ്ടാണ്, ഉയർന്നു കേട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അടയാളപ്പെടുത്താൻ കഴിഞ്ഞത് കൊണ്ടാണ്. ആൺ ശരീരത്തിലെ പെണ്ണത്വത്തെ തിരിച്ചറിയുകയും നമ്മുടെ നിലനിൽക്കുന്ന ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വന്ന് ഞാനൊരു സ്ത്രീയാണെന്ന് തുറന്നു പറയാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോൾ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ആദ്യം പോയത് കുടുംബം, അതിനു മുമ്പ് ജോലി പോയി. ആദ്യം ജോലി പോയി, അത് കഴിഞ്ഞ് കുടുംബം പോയി. ഇതൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ കുറേ വേദനകൾ കുറയും. പക്ഷേ ഇതൊക്കെ തിരിച്ചു പിടിക്കാനും നമ്മൾക്ക് സാധിക്കും. ഇപ്പം ജോലിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് ചോദിക്കുന്നത്, ഇന്നും ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആണ് സത്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ പോരാടി നേടിയ ജീവിതത്തിന് നമുക്ക് അഭിമാനമുണ്ടെന്നും അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്നും ആ ക്ഷതം നമ്മുടെ മനസ്സിൽ കിടന്ന് വ്രണമാകുമെന്നും പൊട്ടി ഒലിക്കുമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മളൊരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോഴാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാനത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളൊക്കെ എന്തിന് ജോലിക്ക് വരണം, നിങ്ങൾക്ക് ജോലി തന്നാൽ നിങ്ങൾ നിൽക്കുമോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ പറഞ്ഞയക്കുമ്പോൾ അവിടെയും നമുക്ക് ജീവിക്കാൻ, ഇതല്ലെങ്കിൽ മറ്റൊന്ന് നമ്മുടെ കയ്യിൽ ജീവിക്കാനുണ്ട്. ഞാൻ ഒരു 50 വർഷം കൂടി ജീവിച്ചാലും പണിയെടുക്കാൻ തയ്യാറാണ്. അത് ഞാൻ എന്ത് പണിക്കും പോകും. എന്നെ സംബന്ധിച്ച് എനിക്ക് ജീവിക്കണം, എനിക്ക് നിലനിൽക്കണം. ഞാനിന്ന് കുടുംബം കൂടി നോക്കുന്ന ഒരാളാണ്. ബ്രെഡ് വിന്നർ ആണെന്ന് പറയില്ല, കാരണം അമ്മയുടെ പെൻഷനുണ്ട്, ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഞങ്ങളുടെ ഫാമിലി നയിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. തള്ളിപ്പറഞ്ഞ റിലേറ്റീവ്സ് ഉണ്ട്, വളരെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ അങ്ങനെ തള്ളിപ്പറഞ്ഞിട്ടുള്ളൂ. കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, ഡോക്ടർ ഫാമിലി ആണിത്. അപ്പം അതിൻ്റെ അകത്ത് പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇത്രയും വൈകി പുറത്ത് വരാൻ എന്ന് ചോദിച്ചവരുണ്ട്. ചിലർ പറയുന്ന കേൾക്കാം, റിലേറ്റീവ്സ് അല്ല മറ്റ് ചിലരെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ട്, അത് പോളിസി വന്നതുകൊണ്ടാണ്. പോളിസി വന്നതുകൊണ്ടല്ല സത്യത്തിൽ കുറേ ആളുകൾ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി തുറന്നു പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ കാലഘട്ടത്തിലാണ് അവർക്ക് അത് തിരിച്ചറിയുക. എന്നെ സംബന്ധിച്ച് ഒരു 16 വയസ്സിൽ മറ്റേ കാലിക്കറ്റിലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, മലബാർ ഹോസ്പിറ്റൽ, എനിക്ക് ഹോസ്പിറ്റലിൻ്റെ പേര് ഓർമ്മയില്ല, അവിടെ പോയി ഒരു ബയോപ്സി ചെയ്യുന്നു. ഡോക്ടേഴ്സ് സെർട്ടോളി സെൽസോളി സിൻഡ്രോം ആണെന്ന് പറയുന്നു. ഈ വ്യക്തിയെ ഒരിക്കലും വിവാഹം കഴിപ്പിക്കരുത് എന്ന് പാരൻസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ 16 വയസ്സ് മുതൽ എനിക്കൊരു 20-22 വയസ്സ് വരെ എൻ്റെ ശരീരത്തിൽ ഡിസ്ഫോറിയ ആണെന്ന്, അതായത് ജെൻഡർ ഡിസ്ഫോറിയ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടേഴ്സ് ഹോർമോൺ തെറാപ്പി നടത്തി. മെയിൽ ഹോർമോൺ എൻ്റെ ശരീരത്തിൽ
ഇഞ്ചെക്ട് ചെയ്തു. ആ സമയത്ത് എനിക്ക് മെൻ്റൽ റിട്ടാർഡേഷനാണ്, ഭ്രാന്താണെന്ന് പറഞ്ഞ് കുറേ കാലം ചികിത്സിച്ചു. 5-5 ലക്ഷത്തിൻ്റെ ചികിത്സ അവർ നടത്തി. അതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് കാരണം എനിക്കൊന്നൊരു പോഡിയം ഇല്ലാതെ ഒരു സ്ഥലത്തും സംസാരിക്കാൻ പറ്റില്ല. 2 കാലിലും 27 ഇയേഴ്സൊക്കെ ആയപ്പോഴേക്കും തേയ്മാനം വന്നു. 25 കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഡയബറ്റിസ് വന്നു. പിന്നെ കിഡ്നിക്കും ഒക്കെ എനിക്ക് പ്രോബ്ലംസ് ഉണ്ടായി. 32-ൽ മാത്രമാണ് കേരിയോടൈപ്പ് നടത്തുമ്പോൾ ഇത് ബോൺ വിത്ത് എ ഡിഫറെൻറ്റ് ക്രോമസോം ആണെന്നും ഇതുവരെ ഉണ്ടായിരുന്ന ഈ പറയുന്ന വ്യത്യസ്തതകൾ എന്ന് പറയുന്നത് നാച്ചുറൽ ആണെന്നും അതൊരു ഡൈവേഴ്സിറ്റി ആണെന്നും അത് ഈ വ്യക്തിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്ന പല ഡോക്ടേഴ്സും തിരിച്ചറിയുന്നു. അപ്പം ഞാൻ കുറേ കാലം ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കാനും ഒക്കെ പോയി. പിന്നെ ഞാൻ ആലോചിച്ചൊരു കാര്യം, വേറെന്ത് ചെയ്യണമായിരുന്നു അവർ? പാരൻസ് എന്ത് ചെയ്യണമായിരുന്നു? അവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വളർന്ന് വന്നവർ, വളരെ താഴെക്കടയിൽ നിന്ന് മിഡിൽ ക്ലാസ്സിലേക്ക് എത്തിയവർ, അവരെ സംബന്ധിച്ച് സർക്കാർ ജോലി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അന്നന്ന് കിട്ടുന്ന സാലറി, അതായത് ഓരോ മാസം കിട്ടുന്ന സാലറി, PF, അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ജീവിതം, അതിന് സ്വർണ്ണം എടുക്കൽ, സിസ്റ്ററെ കല്യാണം കഴിപ്പിക്കുക. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അവരുടെ കുഞ്ഞ് ഏറ്റവും നന്നായിട്ടിരിക്കണം എന്ന് മാത്രമേ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവരോട് എനിക്ക് പൊറുക്കാൻ പറ്റി. ഇന്ന് എനിക്ക്, പണ്ടൊക്കെ ഞാൻ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടുമായിരുന്നു, നിങ്ങൾ കാരണമല്ല എൻ്റെ ജീവിതം എങ്ങനെ ആയത്. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് അവരോട് പൊറുക്കാനും അവരെ ഉൾക്കൊള്ളാനും കഴിയുന്ന ഈ ജീവിതത്തിൻ്റെ ഒരു പ്രോസസ്സിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മറക്കാനും, അതായത് വ്യക്തി ചെയ്ത ആ ഒരു തെറ്റിനെ നമ്മൾ പൂർണ്ണമായിട്ടും മറന്നില്ലെങ്കിൽ അത് തെറ്റായിരുന്നു എന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്താനെങ്കിലും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ജോലി പോയി, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട്, ആ മാറ്റത്തിന് മാറ്റമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ജോലി പോയി. ഞാൻ പൊന്നാനിയിലെ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലി എനിക്ക് പോയി. പക്ഷെ പിള്ളേരൊക്കെ ഇപ്പോഴും വിളിക്കും, അവർ സാറായിട്ടല്ല ടീച്ചറായിട്ട് തന്നെ. അതാണ് ഈ സാറും ടീച്ചറും രണ്ടും ഒന്നാണെന്നുള്ളത് വരെ നമ്മൾ പിന്നെയാണ് നമ്മുടെ ആളുകൾ മനസ്സിലാക്കുന്നത്. ടീച്ചർ എന്ന് വിളിച്ചാൽ മതി. പക്ഷെ ടീച്ചറിന് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, മാഷൻ ടീച്ചർ എന്ന് പറഞ്ഞൊരു കവിത. എനിക്കൊന്ന് പെണ്ണായവളുടെ കവിതകളാണെന്ന് തോന്നുന്നു, ഒരു പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അവരിപ്പോൾ ഒരു ലേഡി ടീച്ചറായിട്ട് തന്നെ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം അവർക്കൊക്കെ അറിയാം ഇത് എന്തുകൊണ്ട് നമ്മളിതിന് ലേറ്റായി എന്നുള്ള കാര്യത്തിലേ ഉള്ളൂ. സിസ്റ്റർ ഒന്നും ആദ്യകാലത്തൊന്നും അങ്ങനെ അത്ര വലിയ കോണ്ടാക്ട് കീപ്പ് ചെയ്തില്ല. ഷീ ഡിഡ്ന്റ് നോ വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ മീ, ഈവൻ ദോ ഷീ ഹാഡ് husband who is a doctor, very popular doctor in Calicut. Later on ആണ് അവരൊക്കെ അത് ഉൾക്കൊള്ളുന്നത്. കാരണം സമൂഹം എങ്ങനെ കണ്ടു കാണും, എല്ലാവർക്കും സമൂഹത്തെയാണല്ലോ ഭയം. നമ്മളെ ആദ്യം അംഗീകരിച്ചത് സമൂഹമാണ്. കാരണം നമ്മുടെ കയ്യിലൊരു ടൂൾ ഉണ്ടായിരുന്നു, ടൂൾ ഓഫ് ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് സൊസൈറ്റിയെ കൺവിൻസ് ചെയ്യല്ല. ഞാൻ ഒരു കൺവിൻസിങ് സ്റ്റാറോ കൺവിൻസിങ് റൈറ്ററോ അല്ല. ഇതാണ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇതിലൂടെയാണ് ഞാൻ എന്നെ പോലെ ഒരുപാട് മനുഷ്യർ കടന്നു വന്നിട്ടുള്ളത്. നിങ്ങൾ പലയിടത്തും കണ്ണടക്കേണ്ടി വന്നവരാണ്, പല ഏജൻസി കാരണം ഞങ്ങളെ ഒറ്റപ്പെടുത്തിയവരാണ്. നിങ്ങൾ യുക്തിപൂർവ്വം ചിന്തിക്കും, ചിന്തിക്കണം. കാരണം ഇത്തരം മനുഷ്യർ പിന്നെ എന്ത് ചെയ്യണം? തൂങ്ങിച്ചാവണോ? അല്ലെങ്കിൽ പോയിട്ട് ട്രെയിനിന് തലവെക്കണോ? അല്ല, ഞങ്ങൾക്കും ജീവിക്കാനുള്ള അന്തസ്സുണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്. അപ്പൊ അത് ആവർത്തിച്ച് പറയുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും എന്നോട് സംസാരിക്കാത്ത മേൽ സുഹൃത്തുക്കൾ, പഴയ പുരുഷ സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഗ്രൂപ്പിൽ, അതായത് ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് ഒരു വർഷം മുമ്പ് ചാന്ത് പൊട്ടെന്ന് വിളിക്കാനേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ വേറെ ഒരു സുഹൃത്ത് വന്ന് പറയുന്നു, അങ്ങനെ ചെയ്യരുത് മിസ്റ്റർ. അപ്പോൾ അദ്ദേഹം പറയുന്നു, വിജയരാജമല്ലിക, നിങ്ങൾ വലിയ റൈറ്ററൊക്കെ അല്ലേ, നിങ്ങൾ പോയിട്ട് പുതിയ വാക്ക് കണ്ടുപിടിച്ചിട്ട് വാ. അപ്പം ഞങ്ങൾ ആ വാക്ക് വെച്ച് നിങ്ങളെ അഭിസംബോധന ചെയ്യാമെന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളും സൗഹൃദങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവിടെയൊക്കെയും അവർ മാറും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. മലയാളത്തിൽ പോലും നല്ല വ്യക്തമായിട്ടുള്ള വാക്ക് നമുക്കില്ല, അല്ലേ? പക്ഷെ മലയാളത്തിൽ ഇപ്പോൾ ഒരു വാക്ക് കണ്ടുപിടിക്കുകയല്ല, മറിച്ച് ദൃശ്യത ഉറപ്പാക്കുകയാണ് നമുക്ക് ആവശ്യം. ഒരു സമൂഹത്തിലെ എല്ലാ റിസോഴ്സസുകളും ട്രാൻസ്ജെൻഡർ ആളുകൾക്കും ക്വയർ ആളുകൾക്കും കൂടി ലഭിക്കുന്ന തരത്തിലൊരു ദൃശ്യത ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. നേരത്തെ വന്നെന്നോ അല്ലെങ്കിൽ ഞാൻ ആദ്യം വന്നെന്നോ പിന്നെ വന്നെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി 30ാമത്തെ വയസ്സിൽ ഞാനൊരു ട്രാൻസ്ജെൻഡർ ജീവിതം ആരംഭിച്ചു. അത് കഴിഞ്ഞ് 32ാമത്തെ വയസ്സിൽ, അപ്പം ആ 2 വർഷവും ഞാൻ പറയുന്നത് സർജറി ചെയ്യില്ല എന്നാണ്. 32ാമത്തെ വയസ്സിൽ ഇത് പോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വന്നു. അങ്ങനെ എനിക്ക് തീരെ എന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത, ഞാൻ ജീവിച്ച അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു
സങ്കല്പത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ഞാൻ വീണു പോകുമോ എന്നുള്ളൊരു ഭയം എനിക്ക് ഉണ്ടാകുമ്പോഴാണ് ഡോക്ടർ ഖദീജ മുംതാസിനെ കാണുന്നത്. ടി കെ അൽകുമാർ സാറിൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിന് പോകുമ്പോൾ ആ മനുഷ്യനന്ന് പുസ്തക പ്രകാശന ചടങ്ങിന് വിളിച്ചത് കൊണ്ട് അദ്ദേഹത്തോടുള്ള പൂർണ്ണമായ നന്ദി ഞാൻ എല്ലാ കാലത്തും, ഞാൻ തലശ്ശേരി പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയും എനിക്ക് ഒരുപാട് വർക്കുകളൊക്കെ തരുന്ന ഒരു മനുഷ്യനാണ്. ഡോക്ടർ ഖദീജ മുംതാസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. അത് ഡോക്ടർ അത് പറഞ്ഞു, മല്ലിക യു ഡോണ്ട് വറി, യു കം ടു കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, വിൽ ഹാവ് എ ടെസ്റ്റ്, നമുക്കൊരു പരിശോധന നടത്താം. ഡോക്ടേഴ്സ് എന്നോട് ചോദിച്ചിട്ട് തന്നെയാണ് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതും കാരിയോടൈപ്പ് നടത്തുന്നതും ഒക്കെ. അത് 47XXY ആണെന്നും ഇത്രയും ഡിഫറൻസസ് ബോഡിക്കകത്തുണ്ടെന്നും ആ ഡിഫറൻസസ് ഉള്ളത് കൊണ്ടാണ് ഒരു വെർസറ്റൈൽ ജെൻഡർ ഐഡൻറ്റിറ്റി എനിക്ക് ഉള്ളതെന്നും എനിക്ക് മനസ്സിലായ നിമിഷമാണ് സത്യത്തിൽ ഞാൻ രണ്ടാമത് ജനിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഫോർ ബീയിങ് എൻ ഇൻ്റർസെക്സ് ഐ എം വെരി പ്രൗഡ് അബൌട്ട് മൈസെൽഫ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇൻ്റർസെക്സ് മനുഷ്യർക്ക് അവരുടെ ഇൻ്റർസെക്സ് ഐഡൻറ്റിറ്റി തുറന്നു പറയാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. ആദ്യം ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുന്നു, പിന്നെ ഇൻ്റർസെക്സ് ആണെന്ന് പറയുന്നു, അതിനു മുമ്പ് ഗേ ആണെന്ന് ഡോക്ടേഴ്സ് മുദ്ര കുത്തി. കാരണം ആൺശരീരത്തിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു പുരുഷനോട് പ്രണയം തോന്നുമ്പോൾ നിങ്ങൾ ഗേ ആണെന്ന് ഡോക്ടേഴ്സ് ആദ്യം പറഞ്ഞു. എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു അത്. അത് കഴിഞ്ഞിട്ടാണ് 30 വയസ്സിൽ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി പറയുന്നത്. പിന്നെ 32-ലെത്തുമ്പോൾ ഇൻ്റർസെക്സ് ഐഡൻറ്റിറ്റി പറയുന്നു. അപ്പോൾ ഉള്ളിലിരുന്നിട്ട് ആരോ ഇങ്ങനെ പറയാണ്, എന്തിനാണ് പെണ്ണെ നീ ഇങ്ങനെ നിന്നെ തന്നെ ഇങ്ങനെ ആളുകൾക്ക് മുന്നിൽ ഇങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എൻ്റെ ഉള്ളിൽ ഇരുന്നൊരു സ്ത്രീ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്. ഈ മനുഷ്യരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേദനകൾ കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. നമ്മളൊരു പ്രോഗ്രാമിൽ വന്നപ്പോൾ നിങ്ങളുടെ സ്ട്രഗിളിനെ പറ്റി പറയൂ, നിങ്ങളുടെ വേദനകളെ പറ്റി പറയൂ, അതൊക്കെ നമ്മൾ വിട്ടു. കാരണം ഒരു കോയിൻ്റെ 2 സൈഡുമാണിത്. ഈ വേദന മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് മടുക്കും, കേൾക്കുന്ന ചില ആളുകൾക്ക് മടുക്കും. പക്ഷേ വേദനകളിൽ നിന്ന് നമ്മൾ എങ്ങനെ ജീവിച്ചു വന്നു എന്ന് പറയുന്നത്, എങ്ങനെ അതിജീവിച്ചു വന്നു എന്ന് പറയുന്നത് പലർക്കും താല്പര്യമില്ല കേൾക്കാൻ. അതാണ് എനിക്കറിയാം. അതായത് അങ്ങനെ അതിജീവിച്ച് വന്നു ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നമ്മളൊക്കെ നശിപ്പിച്ച് കളഞ്ഞ ആൾക്കാരാണ്, വീണ്ടും കയറി വന്നിരിക്കുന്നു. ആ ഒരു പോരാട്ടം ഉണ്ടല്ലോ, അത് സഹനത്തിൻ്റെയാണ്. ഒറ്റപ്പെടലിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ ആണല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ 2 കള്ളികളിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരാളാണ്. വളരെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇപ്പം എനിക്കതൊരു ലഹരിയാണത് കേൾക്കുമ്പോൾ. കാരണം അടുത്ത കഥ എഴുതാൻ ഒരു കഥാപാത്രത്തെ കിട്ടി, സന്തോഷം. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. എന്തുകൊണ്ട് ഈ മനുഷ്യരിങ്ങനെ ചോദിക്കുന്നു? അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ ഏണി ഇറക്കി വെക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ദൃശ്യത ഇല്ലാതിരുന്നത് കൊണ്ടും ഇങ്ങനെ ഒരു സാഹചര്യത്തെ എതിരേൽക്കാൻ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകാൻ മലയാളിക്ക് ആർജവമില്ലാതിരുന്നത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ, കവിതകൾ, അനുഭവങ്ങൾ, എഴുത്തുകൾ ഒക്കെ നമ്മൾ ഇരിക്കുന്ന സമയം കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് മുന്നിലേക്ക് അത് പ്രകടമാക്കിക്കൊണ്ടിരിക്കുക. ആണും പെണ്ണും കെട്ട ജീവിതം, മല്ലികയ്ക്ക് പോയി ചത്തുകൂടെ, ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. മല്ലികാ വസന്തത്തില് കാണാൻ സാധിച്ചത് പോരാടി വന്ന ഒരു സ്ത്രീയെ, ഒരുപാട് യാതനകൾ അനുഭവിച്ച ഒരു മനുഷ്യാവസ്ഥയൊക്കെയാണ്. ആത്മകഥ എഴുതാൻ തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആത്മകഥ എഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ മലയാളത്തിലെ ചില മുഖ്യധാര എഴുത്തുകാരൊക്കെ ചോദിച്ചു, ആകെക്കൂടി ഇത്ര വയസ്സിലായിട്ടുള്ളൂ, ഇപ്പോഴേ ആത്മകഥയൊക്കെ എഴുതണോ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ ഇതിനും ചെറിയ പ്രായത്തിൽ അനുഭവിക്കേണ്ടി വന്നത് നമ്മുടെ കണ്ടംപററി ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകരുതെന്ന് ഒരു ആവശ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ സനിത പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കൂടുതൽ റെസ്പോൺസസും വന്നത് സിസ്ജെൻഡറായ സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ്. അവർ പറഞ്ഞത് മല്ലികയുടെ കഥയല്ല, അത് ഞങ്ങളുടെ കഥയാണെന്ന്. ട്രാൻസ് വിമൻ ആയിട്ടുള്ള ആളുകളെക്കാളും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾക്കപ്പുറത്തേക്ക് എനിക്കൊരു സുഹൃത്തുണ്ട്. അവരിപ്പോൾ ഇലക്ഷൻ നിൽക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ. അവരുടെ ഭർത്താവ് XXY ക്രോമസോം ഉള്ള ഒരാളായിരുന്നു. അവർക്ക്, അതായത് ആ ലേഡിക്ക് പ്രസവിക്കാൻ കഴിയില്ല, അവർ മച്ചിയാണെന്ന് ഈ മനുഷ്യൻ പറഞ്ഞുണ്ടാക്കി. അവർക്ക് ഈ പുസ്തകം വായിച്ച ശേഷം അവരൊരു ദിവസം എന്നെ വിളിച്ചു, ഒരുപാട് സംസാരിച്ചു. ധൈര്യപൂർവ്വം അവർ ആ മനുഷ്യനെ, അതായത് എല്ലാ റെസ്പെക്റ്റോടു കൂടി അയാളെ ഡിവോഴ്സ് ചെയ്ത്
ആ ഒരു ബന്ധത്തിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവർ വേറൊരാളെ വിവാഹം കഴിച്ച് അതിൽ അവർക്ക് 2 കുട്ടികളുണ്ടായി, ഇരട്ട കുട്ടികളുണ്ടായി, ഒരു എൻട്രപ്രണറായി അവരിപ്പോൾ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വിളിച്ചിട്ട് നിങ്ങളത് എഴുതിയത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. അതായത് ഈ ആഘോഷിക്കപ്പെടുന്ന ദ്വന്ദ്വമായ കള്ളികൾക്ക് ഇടയിലും അപ്പുറത്തുമായി മനുഷ്യൻ്റെ അതായത് ഈ സ്ത്രീ പുരുഷ സിസ്ജെൻഡറായ ഹെട്രോനോർമാറ്റീവ് ഫാസിസ്റ്റുകളായ മനുഷ്യരുടെ കാഴ്ചയിലെ ഒരു ചെറിയ ഇടപെടൽ കുറവ് കൊണ്ട് ഒരുപാട് മനുഷ്യർ അടർന്നു വീണിട്ടുണ്ട്. അത്തരം ആളുകളുടെ വേദനകൾ കൂടി വ്യക്തിപരമായ അനുഭവങ്ങളായിരുന്നുവെങ്കിൽ കൂടി അതിലേക്കും ഈ വ്യത്യസ്തരായ മനുഷ്യരുടെ വേദനകളെ കൂടി കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നത് എനിക്ക് അഭിമാനം ഉണ്ടാക്കാര്യത്തിൽ, എൻ്റെ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ പലരും എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു, ഞങ്ങൾ ജീവചരിത്രം എഴുതി തരാം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കാലുകൾക്ക് മാത്രമേ തേയ്മാനം വന്നിട്ടുള്ളൂ, അന്ന് എൻ്റെ കണ്ണിനും കൈക്കും മനസ്സിനും വന്നിട്ടില്ല, ഞാൻ എഴുതിക്കോളാം. ട്രാൻസ്ജെൻഡറിൻ്റെ ആത്മകഥ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പലതും പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അത്തരം പ്രതീക്ഷകളൊന്നും അതിൻ്റെ അകത്തില്ല. ഒരു ഇരവൽക്കരണം, അയാൾ എന്നെ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്ന് പറയുന്നില്ല. എനിക്ക് ലൈംഗികത വേണമെന്ന് തോന്നിയ സ്ഥലത്തൊക്കെ ഞാനത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഒരു റിഗ്രറ്റും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു കാര്യം തെറ്റാണ് അല്ലെങ്കിൽ അത് ശരിയായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് പറയുന്ന രീതിയിൽ ഒന്നും ഞാൻ അതിൽ എഴുതിയിട്ടില്ല. എൻ്റെ ജീവിതം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതെ, എന്നിലേക്ക് വന്ന മനുഷ്യരെയും എന്നെ ഇട്ടേച്ചു പോയ മനുഷ്യരെയും ഒക്കെയാണ് ഞാൻ അതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെതായ ഭാഷയിൽ എഴുതുമ്പോൾ അതിന് പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഫ്ലൂട്ട് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്, അതായത് 7ാം ക്ലാസ്സിലും ഡിഗ്രിക്കൊക്കെ ചെല്ലുമ്പോൾ ഈ ബാസുരി, ശ്രീകൃഷ്ണൻ്റെ കയ്യിലെ ബാസുരി, ഇത് ഹിന്ദിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് ചില ആൺകുട്ടികൾ അവർ ഒരുമിച്ച് ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കും. എനിക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അന്നറിയില്ല. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു ഒരു സെക്ഷൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട്, ഓറൽ സെക്സുമായി ബന്ധപ്പെട്ട്, ഓറൽ സെക്സ് ഹോമോസെക്ഷൽസ് ആണെന്ന് മാത്രമാണ് ചെയ്യുന്നതെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണ് മറ്റു മനുഷ്യരെ അങ്ങനെ വിളിക്കുന്നതെന്ന്. അപ്പം ഞാൻ ആ അനുഭവത്തെ അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ അത് ചർച്ചയ്ക്ക് വന്ന, പുസ്തകമാകുന്നതിന് മുമ്പ് ചർച്ചയ്ക്ക് വന്നപ്പോൾ ബോർഡ് കൂടിയ സമയത്ത് പ്രസാധകരോ ആരോ അതിൽ പറഞ്ഞു, ശ്രീകൃഷ്ണൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും പാവനമായ ഒരു സാധനം, ഒരു ടൂൾ എങ്ങനെയാണ് മല്ലികയ്ക്ക് തെറിയാകുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഈ ഫ്ലൂട്ട് എന്നത് ശ്രീകൃഷ്ണൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫ്ലൂട്ട് എങ്ങനെയാണ് മല്ലികയുടെ ആത്മകഥയിൽ വരുമ്പോൾ തെറിയായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കോൺഷ്യസ്നെസ്സിൽ ഉപയോഗിക്കുന്നത് എന്നൊരു സംശയം അവർക്കുണ്ട്. പക്ഷെ ആ ജീവിത അനുഭവങ്ങളിൽ, പരിസരങ്ങളിൽ ഓരോ വാക്കിനും ഓരോ അനുഭവങ്ങൾക്കും വ്യത്യസ്തമായ ഒരു തലമുണ്ടെന്ന് ഇത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. ആളുകൾ പറയും, നിങ്ങൾ എന്താ പറയുക, ആണും പെണ്ണും കെട്ടതാണ്. അതെ, ഞാൻ ആണും പെണ്ണും കെട്ടതാണ്, സന്തോഷം. പണ്ട് എന്താ പറയുക, ശിഖണ്ഡി എന്ന് വിളിച്ച ആൾക്കാരുണ്ട്, നിങ്ങൾ വിളിക്കൂ, നിങ്ങൾ പറഞ്ഞ അതേ ശിഖണ്ഡി തന്നെയാണ് ഞാൻ. പക്ഷെ ഇന്ന് സാഹിത്യത്തിന്റെ ഭൂപടത്തിൽ നിങ്ങൾ ശിഖണ്ഡി എന്ന് വിളിച്ച, നിങ്ങൾ ഫ്ലൂട്ട് എന്ന് വിളിച്ച, നിങ്ങൾ കുണ്ടൻ എന്ന് വിളിച്ച, ഈ കുണ്ടൻ എന്ന വാക്കിന് വേറൊരു അർത്ഥം ഉണ്ടറിയോ? അതായത് ഈ വാക്കിന്റെ ചരിത്രം, കേരളത്തില് അടിമത്വം ഉണ്ടായിരുന്ന കാലത്ത്, പുരുഷന്മാരെ അടിമകളാക്കി വെച്ചിരുന്ന കാലത്ത് അവര് ലൈംഗികതയ്ക്ക് കൂടി ഉപയോഗിച്ചിരുന്നു. അത്തരം അടിമകളായ പുരുഷന്മാരെയാണ് കുണ്ടൻ എന്ന് വിളിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ തലമുറയുടെ വിചാരം അത് ഹോമോസെക്ഷൽ അല്ലെങ്കിൽ ഹോമോസെക്ഷലായ പുരുഷന്മാരെ അല്ലെങ്കിൽ ഗേ ആയിട്ടുള്ള ആളുകൾക്കുള്ളൊരു പര്യായമായിട്ടാണ് അവരതിനെ കണ്ടിട്ടുള്ളത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചരിത്രത്തിലെ കൃത്യമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തെ ഞാൻ ഡോക്യുമെന്റ് ചെയ്തു. പക്ഷെ അതിന് ലഭിച്ച ആ ഒരു ഞാൻ ഒരിക്കലും അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ആ പുസ്തകത്തിനാണ് മലയാള ഭാഷയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. മല്ലിക വസന്തത്തിനായിരുന്നു 2019 യുവപ്രതിഭ പുരസ്കാരം ലഭിക്കുന്നത്. അതിനുശേഷം അതിന് പ്രഥമ ലീല മേനോൻ പുരസ്കാരം ലഭിച്ചു. പിന്നെ സാഹിത്യ സ്പർശ് എന്ന് പറഞ്ഞ് 2025 ഒരു അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ അതിലെ ചില ഭാഗങ്ങൾ കേരള യൂണിവേഴ്സിറ്റി റെഫറൻസ് ടെക്സ്റ്റ് ആക്കി, അത് കഴിഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് സിലബസിന്റെ ഭാഗമാക്കി. അതെനിക്ക് തോന്നുന്നു റഷ്യൻ കമ്പാരറ്റീവ് സ്റ്റഡീസിൽ അതിലൊരു ഭാഗം 48 ഏതോ ഒരു ഭാഗം പഠിക്കുന്നുണ്ട്. റീസെൻ്റ്ലി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അച്ഛൻ പോയതിൽ പിന്നെ എന്ന് പറയുന്ന അതിലൊരു പോർഷൻ, അച്ഛൻ്റെ മരണശേഷം ഞാൻ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ആ ഒരു ഭാഗം
അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ഇംഗ്ലീഷ് സിലബസിന്റെ ഭാഗമാണ്. അപ്പൊ അതിനകത്തെ ആ. ശരിക്കും ഒരു കഠിന അനുഭവങ്ങളുടെയും ആ. പിന്നെ രണ്ടാം നോട്ടങ്ങളുടെയും ഒക്കെ ഒരു രണ്ടാം നോട്ടും മൂന്നാം നോട്ടും മനുഷ്യാവസ്ഥയാണ് ശരിക്കും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ആ. ഒന്നും ഭാവനയല്ലല്ലോ, അല്ല, അനുഭവം തന്നെയാണ് നമുക്ക് അതെ, അതില് ആ. വായിക്കുന്നവർക്കും കിട്ടുന്നത്. അപ്പൊ അത് എഴുതുമ്പോൾ ഉണ്ടാവുന്നൊരു അത് എഴുതുന്നേക്കാൾ വേദന ഉണ്ടായത് എപ്പോഴാന്ന് വെച്ചാല്, അത് എഡിറ്റിങ്ങിന് പോയപ്പോൾ ഈ എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇതെങ്ങനെ ഉണ്ടായോ, ഇതെങ്ങനെ ഉണ്ടായില്ലേ, ഇത് അങ്ങനെ ആകാമായിരുന്നില്ല എന്നൊക്കെ ചില എഡിറ്റേഴ്സ്, അതായത് ബോർഡ് കൂടിയിട്ട് അവര് തീരുമാനിക്കുമല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ആ ഒരു പ്രത്യേക പ്രസാധകരുടെ ഒരു എഡിറ്റർ ആയിരിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിലുണ്ടായ ആ ഒരു മുറിവിനെ, ചിലപ്പോൾ ഈ പുസ്തകം 16 തവണ എഡിറ്റ് ചെയ്ത പുസ്തകം മല്ലികാ വസന്തം, ഈ 16 തവണയും നമ്മുടെ ഓർമ്മകൾ ആ ഒരു വേദനയിലേക്കാണ് ചെല്ലുക. അപ്പൊ ഞാൻ എൻ്റെ ജാഷിമിനോട് പറഞ്ഞു, എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അന്ന് എന്നെ വിളിച്ചത് എന്താന്ന് എനിക്കറിയാം. ഒരു ഹിന്ദി അധ്യാപകൻ ഉണ്ടായിരുന്നു, അദ്ദേഹം എത്രമാത്രം എന്നെ ദ്രോഹിച്ചു എന്നുള്ളത് എനിക്കറിയാം. ഒരു സയൻസ് അധ്യാപിക ഉണ്ടായിരുന്നു, അവരെത്രമാത്രം എന്നെ ക്ലാസ്സിന് പുറത്ത് നിർത്തിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ ഇടയ്ക്ക് കൊണ്ടിരുത്തുക എന്ന് പറയുന്നത് നമുക്കൊരു കൗതുകമല്ല കുട്ടികളാ ഇരിക്കുമ്പോൾ. പക്ഷെ അധ്യാപകരുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്, പെൺകുട്ടികളുടെ ഇടയ്ക്ക് ഒരു ആൺകുട്ടിയെ കൊണ്ടിരുത്തിയാൽ അതെന്തോ തെറ്റാണെന്നും അത് നാണക്കേടാണെന്നും അവരുടെ ഉള്ളിലെ തോട്ടാണ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ പിൽക്കാലത്ത് അപമാനമായിട്ടും വേദനയായിട്ടൊക്കെ നമുക്ക് ഉണ്ടായത് ഇവിടെ വീണ്ടും നമ്മൾ അത് എഡിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പെയിൻഫുൾ. അപ്പൊ പിന്നെ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 3 തവണ എഡിറ്റിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ആയി, ബാക്കിയൊക്കെ ജാഷിമാണ് ചെയ്തത്. എൻ്റെ ജീവിതം ഒരു കണ്ണാടി പോലെ ആ മനുഷ്യൻ മുഴുവനും അതില് വായിച്ചാൽ അറിയാം, പ്രണയങ്ങളും പ്രണയ തേപ്പെന്ന് ഞാൻ പറയില്ല, കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് വിവാഹം കഴിക്കാമെന്ന് വാക്ക് തന്ന മനുഷ്യന്റെ വിവാഹത്തിന് പോകേണ്ടി വരിക എന്ന് പറയുന്നത്, അത് ഒരു സ്ത്രീക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും. വിവാഹത്തിന് പോകുമ്പോൾ സമ്മാനം കൊടുക്കുക, അവരുടെ സദ്യ കഴിച്ചിട്ട് തിരിച്ചു വരിക എന്നൊക്കെ പറയുന്ന അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ഒരാള് വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടിരിക്കുകയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്നു, അയാൾ വന്നില്ല. അയാൾ താലി കൊണ്ട് വരാമെന്ന് പറഞ്ഞു, അയാൾ വന്നില്ല. അത്തരം അനുഭവങ്ങൾ എഴുതണം, തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം. കാരണം അത് അങ്ങനെയുള്ള പുരുഷന്മാർക്ക് കൂടി, ഒരു ട്രാൻസ്ജെൻഡർ സ്ത്രീയുടെ, ഒരു ട്രാൻസ് വിമന്റെ സർജറി കഴിഞ്ഞതോ കഴിയാത്തതോ ഇന്റർസെക്സോ എന്തോ ആയിക്കോട്ടെ, ഒരു ഇപ്പം ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ തന്നെ സിസ്ജെൻഡർ ആയിട്ടുള്ള മനുഷ്യരിൽ ഉള്ളതുപോലെ തന്നെ എന്താ പറയുക, സെക്ഷുവാലിറ്റിയിലൊക്കെ ഡൈവേഴ്സിറ്റീസ് ഉള്ളവരുണ്ട്. വാട്ട് എവർ ബി, അവരെന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് അല്ല. സിസ്ജെൻഡർ ആയ ആളുകൾക്ക് പ്രണയിച്ച് പരീക്ഷിക്കാനോ പരീക്ഷണങ്ങൾ നടത്താനോ ഉള്ള ഒരു ഒബ്ജക്റ്റ് അല്ല എന്നതും, ഇതൊരു സബ്ജക്റ്റ് ആണെന്നും വിഷയവൽക്കരണം നടത്തണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഒരുപാട് വേദനിച്ചിട്ടാണ് എഴുതിയത്. ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. ഇപ്പോൾ ഭക്ഷണം വിളമ്പുമ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള, അക്കാലത്തുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അച്ഛൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ, അമല ഹോസ്പിറ്റലിലായിരുന്നു, അവിടേക്ക് പോകാൻ പോലും പറ്റില്ല. കാരണം അന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ മരിച്ചിട്ടാണ് ആ ഡെഡ് ബോഡി എനിക്ക് കാണാൻ പറ്റിയത്. പിന്നെ അച്ഛൻ മരിച്ച ശേഷവും പ്രശസ്തയായിട്ട് കൂടി, അതായത് എഴുത്തുകാരിയായിട്ട് കൂടി, അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് കൂടി സ്വന്തം അച്ഛൻ്റെ ചിതയിൽ തീ കൊളുത്താൻ സമ്മതിച്ചില്ല. കാരണം അപ്പോഴാണ് എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ അമ്മ അംഗീകരിക്കണം എന്ന് പറയാം. പെണ്ണായില്ലേ, പെൺകുട്ടികൾ അങ്ങനെ ചെത കത്തിക്കില്ലല്ലോ. അന്ന് ആഘോഷിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ അത്രയും കാലം അമ്മയുടെ വായിൽ നിന്ന് കേട്ട് ആഘോഷിക്കപ്പെടേണ്ട ഒരു ഐഡന്റിറ്റി അവിടെയാണ് അമ്മ ഐഡന്റിഫൈ ചെയ്യുന്നതും അംഗീകരിച്ച് തരുകയും ചെയ്യുന്നത് പറയുമ്പോൾ അവിടെയൊക്കെ എന്ത് പാരഡോക്സ് ആണ് ജീവിതത്തില്. മൈ ലൈഫ് ഇസ് ഫുൾ ഓഫ് പാരഡോക്സസ്. മുറിവില്ലാത്തൊരു ദിവസമില്ല, അത് വ്രണമാകാത്ത ഒരു അനുഭവവും ഇല്ല. പക്ഷെ അത് എഴുതണമെന്ന് ഞാൻ വിചാരിച്ചത് അങ്ങനെ കൂടുതൽ ആളുകൾക്ക് എഴുതാനുള്ള പ്രചോദനവും ആർജവവും ഉണ്ടാകണം. എനിക്കൊന്ന് അതിന് ശേഷം അമയപ്രസാദ് എഴുതി. അതുപോലെ ദീപ്തിയുടെ ഒരു പുസ്തകം വന്നു, ജൽസ എന്ന് പറഞ്ഞ്, നമ്മുടെ ജീവൻലാൽ, അത് ജീവചരിത്രമാണ്, എഴുതിയിരുന്നു. ഒരു സൂര്യ ഇഷാന്റെ ഒരു പുസ്തകം വന്നു. പലരും ആത്മകഥ എഴുതാൻ ഇപ്പോൾ അവർക്ക് ധൈര്യം. അപ്പോൾ അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. ജെറീനയുടെ ഒരു പുസ്തകം നമ്മുടെ വിജയൻ കോടഞ്ചേരി സാറ് എഴുതിയിരുന്നു. പക്ഷെ അത് അദ്ദേഹമാണ് എഴുതിയത്.
എന്നെ സംബന്ധിച്ച് ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ കണ്ടത്, ഞാൻ അനുഭവിച്ചത്, അതൊരു തിരുത്തുമില്ലാതെ ഈ വാക്കുപടി ഉപയോഗിച്ചാൽ ഇത് വായിക്കുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ അത് തോന്നട്ടെ. കാരണം ആ വാക്ക് അവിടെ പ്രസക്തമാണ്, അതിൻ്റെ അനുഭവ പരിസരം വ്യത്യസ്തമാണ്. ആ ഭാഷയുടെ പ്രയോഗം വരുന്നത് തെറിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് തെറിച്ചു നിൽക്കാൻ, അത് തെറിയായി അതിനെ നിർത്തിയതിന് ചുറ്റും മനുഷ്യരുടെ ശ്രദ്ധക്കുറവ്, അശ്രദ്ധകൾ ഉണ്ടായിട്ടുണ്ട്. ആ അശ്രദ്ധകൾ പരിഹരിക്കേണ്ടതാണ്. ആ കാഴ്ചക്കുറവിൽ നിന്ന് കാഴ്ചപ്പാടുകളിലേക്ക്, ഉൾക്കാഴ്ചയിലേക്ക് മനുഷ്യൻ വളരേണ്ടതാണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞതുകൊണ്ട് കണ്ണീരോടെ മാത്രം എഴുതിയിട്ടുള്ള പാഠങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം മല്ലികാ വസന്തത്തിൽ ഒരുപാട്, അല്ലാതെ തന്നെ പറയുകയും ചെയ്തു, അനുഭവിച്ചു പോകുന്ന വേദനകൾ. ആ വേദനകളിലേക്ക് ഞാൻ അധികം പോവാത്തത് പോരാട്ടങ്ങളെക്കുറിച്ച് പറയാനാണ് താല്പര്യം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. എന്നിരുന്നാലും അനുഭവിച്ച വേദനകളിൽ സമൂഹം അറിയേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അങ്ങനെ വേദനിപ്പിച്ചവർക്കും ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് അത്തരം ഒരു ചിന്തകൾ ഇല്ലാതിരിക്കാനും ഒക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. അതിലൊരു കാര്യം ഞാൻ പറയാം. ഒരു അധ്യാപകയെന്ന് വേണമെങ്കിൽ പറയാം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹിന്ദി പഠിപ്പിച്ചിരുന്നൊരു അധ്യാപകൻ എല്ലാ ക്ലാസ്സിലും വന്നിട്ട് ഈ ചെറുക്കൻ എന്താ ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെയല്ലല്ലോ നടക്കുക, ആൺകുട്ടികൾ ഇങ്ങനെയല്ലോ നടക്കുക, എന്നും അടിക്കും, ബട്ടക്സിൽ എന്നും ചൂരിലോട് തല്ലും. എന്നിട്ട് ക്ലാസ്സിൽ ചിലവരോട് ഇങ്ങനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, പെൺകുട്ടികളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കുണുങ്ങി നടക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ശരിക്കും അയാൾക്ക് വന്ന് ഹിന്ദി പഠിപ്പിച്ചിട്ട് പോയാൽ മതി. സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥിക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റിനോട് പിന്നെ വെറുപ്പായിരിക്കും. പക്ഷെ ഞാൻ ആ സബ്ജക്റ്റ് എൻ്റെ ഫേവറേറ്റ് ലാംഗ്വേജ് ആണ് ഹിന്ദി. ഞാൻ മലയാളത്തിനേക്കാൾ കൂടുതൽ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ ഹിന്ദിയിലാണ്. മന്നു ഭണ്ഡാരിയും അതുപോലെ മഹാദേവി വർമ്മയും സുഭദ്രകുമാരി ചൗഹാനൊക്കെയാണ് എൻ്റെ ലോകം. ഹിന്ദിയിൽ എനിക്കൊരു പുസ്തകം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ആദ്യത്തെ പുസ്തകം ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ പ്രകാശനം. രണ്ടാമത്തെ അയോധ്യയിലെ രാമജന്മഭൂമിക്ക് അടുത്ത് വെച്ചിട്ടായിരുന്നു രണ്ടാമത്തെ അതിന്റെ പ്രകാശനം. അപ്പൊ അതിൻ്റെ അകത്ത് സെക്കൻഡ് എഡിഷൻ ഇറങ്ങിയപ്പോൾ മൂന്നാമത്തെ പേജിൽ ഈ പുസ്തകത്തിന്റെ സമർപ്പണം എഴുതിയിട്ടുണ്ട്. സമർപ്പണം എന്നെ 5ാം ക്ലാസ്സിൽ ഹിന്ദി പഠിപ്പിച്ച ഇന്ന അധ്യാപകന്റെ പേര് വെച്ചിട്ട് ഞാനത് എഴുതി അധ്യാപകന് അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നെ. അദ്ദേഹം വിജയരാജമലിയുടെ പടം കാണുമ്പോൾ പലതും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട്, ഗുഡ് ഈവനിങ് അയക്കുന്നുണ്ട്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങേരുടെ ഗുഡ് മോർണിംഗ് ഇല്ല, ഗുഡ് ഈവനിങ് ഒന്നുമില്ല, ബ്ലോക്ക് ചെയ്ത് പോയി. വൈ? ബിക്കോസ് അദ്ദേഹം അന്വേഷിച്ചു ആരാണെന്നുള്ള കാര്യം. ഞാൻ പറയുന്നത് പുസ്തകത്തിന്റെ പേര് മേനെ തുമര ക്യാ ബിഗാഡ ഹെ എന്നാണ്. ഈ ഒരു ഗതികേട് ഒരു അധ്യാപകർക്കും വരാതിരിക്കട്ടെ. ആ പുസ്തകം എൻ്റെ കവിതകളുടെ ട്രാൻസ്ലേഷനാണ്. അത് കൃത്യമായി ട്രാൻസ്ജെൻഡർ രാഷ്ട്രീയം പറയുന്ന കവിതകളാണ്. ഇങ്ങനൊരു പുസ്തകം ഈ ഒരു അധ്യാപകന്റെ പേരെഴുതി അത് ധീരമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വേദനകൾ ആ മനുഷ്യൻ എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ്. ഇപ്പൊ എന്തുണ്ടായി? ഹിന്ദി സാഹിത്യ ഭൂപടത്തിൽ ആ മനുഷ്യനും ആ പുസ്തകവും അടയാളപ്പെട്ടു. ഇപ്പൊ നാളെ ഒരു സിലബസിന്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അധ്യാപകന്റെ ചെയ്തികൾ കൂടി വിദ്യാർത്ഥികൾ പഠിക്കും. അതെ, ഞാനൊരു അധ്യാപകനാകുന്നു എങ്കിൽ, ഞാനൊരു ടീച്ചർ ആകുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കരുത്, ഇങ്ങനെ ആകാൻ പാടില്ല എന്നുള്ള സന്ദേശം കൂടി ആ പുസ്തകത്തിലൂടെ ഒളിച്ചു കടത്തുകയല്ല, ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. വേദനിപ്പിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. എന്ത് ഇന്റർസെക്സ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. തേക്കിൻകാട് മൈതാനിയിൽ ഈ വ്യക്തി റിസർച്ചറായിട്ട് പഠിക്കാൻ വന്ന സമയത്ത് 2 കാലിൽ നിന്നും മൂത്രം ഒഴിക്കുന്നത് എന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. താങ്ക് യു മാഡം, ഐ എം താങ്ക്ഫുൾ ടു യു, ബിക്കോസ് ഇന്റർസെക്സ് എന്ന് പറയുന്ന മിശ്രലിംഗമാണെന്നാണ് നിങ്ങൾ ഇപ്പോഴും ധരിച്ചിരിക്കുന്നത്. ഹോർമോണിൽ വ്യത്യാസങ്ങളുള്ളവരുണ്ട്, ക്രോമസോമൽ വേരിയേഷൻസ് ഉള്ളവരുണ്ട്, 42ഓളം ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെന്നും പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണത്. ആ അവസരത്തെ നിങ്ങൾ വിനിയോഗിക്കൂ. അങ്ങനെ എത്രയോ എക്സ്പീരിയൻസസ്. ബസ്സിൽ പെണ്ണാണോ എന്ന് നോക്കാൻ വേണ്ടി മുടി പിടിച്ച് വലിച്ചവരുണ്ട്. ഈ മുടി പിടിച്ചിങ്ങനെ വലിക്കും ചില പുരുഷന്മാര്. പിന്നെ എന്താ പറയാ, അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്.